പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് ഓൾഡ് മാൻ. അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഓൾഡ് മാൻ ഇൻ ദി സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് റിട്ടൺ ബൈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരുടെ? ആ ഓൾഡ് മാൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളപ്പോൾ ഈ ഒരു പിക്ചർ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കാരണം ഈ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കഥാപാത്ര നിരൂപണം ഒന്നും അറിയാത്ത കുട്ടികൾക്ക് പോലും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരിക. ഈ പിക്ചർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, വലിയ ചിറകുകളുണ്ട്. മണ്ണിൽ ഇങ്ങനെ മണ്ണ് പുരണ്ടിട്ടുള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നെറ്റി കയറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വൃദ്ധനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ക്ഷീണമുണ്ട്. അദ്ദേഹം വളരെ കാമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരിക. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരു ഏഞ്ചലിനെ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ദിവ്യശക്തിയൊന്നും നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒരുപാട് ശാന്തശീലനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മറ്റുള്ളവർ ചെയ്യുന്ന ക്രൂരതകൾക്കൊന്നും അദ്ദേഹം പ്രതികരിക്കാതെ അദ്ദേഹം അതൊക്കെ സ്വയം ഏറ്റുവാങ്ങുകയാണ്. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്നും ഈ ഒരു കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെയാണ്. അപ്പം ഇത്രയും ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം വളരെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പാഠഭാഗത്തിൻ്റെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോയിലേക്ക് വരിക. എന്നെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ കഥാപാത്ര നിരൂപണം. ഓക്കെ ആണല്ലോ. ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ ഈ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. ഈ കഥാപാത്രത്തിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. ഈ ഒരു കഥാപാത്രം ഉൾക്കൊള്ളുന്ന പാഠഭാഗം ഏതാണ്, ആ പാഠഭാഗം എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറയണം. പിന്നെ സമൂഹം എങ്ങനെയാണ് ഈ വ്യക്തിയെ കണ്ടിരുന്നത് എന്ന് നമ്മൾ പറയണം. കൂടാതെ ഈ വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസും ഈ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും നമ്മൾ ഒരു കഥാപാത്ര നിരൂപണത്തിൽ പറഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം പൊതുവേ നമ്മുടെ SSLC എക്സാമിനേഷനിൽ 6 മാർക്കിന് 5 മാർക്കിനൊക്കെയാണ് കഥാപാത്ര നിരൂപണം ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാവാനാണ് സാധ്യത. അപ്പം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കഥാപാത്ര നിരൂപണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പരമാവധി നിങ്ങൾ ആ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ബൈഹാർട്ട് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യവുമില്ല. ഓക്കെയാണ്. ആ കഥാപാത്ര നിരൂപണം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഉത്തരം എഴുതണം, എന്താണ് ഈ കഥാപാത്ര നിരൂപണം, ഈ കഥാപാത്രത്തിൻ്റെ എന്തൊക്കെ സവിശേഷതകൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാദ്യം മനസ്സിൽ ഓർമ്മിക്കുക. ഓക്കെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. The old man in Gabriel Garcia Marquez' short story, A Very Old Man with Enormous Wings, is one of the most mysterious and thought-provoking character in literature. ഒരു കഥാപാത്ര നിരൂപണം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെറുതെ ദി ഓൾഡ് മാൻ ഈസ് എ വണ്ടർഫുൾ മാൻ ലൈക്ക് ആൻ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കഥാപാത്ര നിരൂപണം തുടങ്ങുന്നതിനേക്കാളും നല്ലത് ആ കഥാപാത്രം ഏത് പാഠത്തിലാണ് ഉള്ളത്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ചെറുകഥയാണ്. ആ ചെറുകഥയുടെ പേരെന്താണ്, അതാരാണ് എഴുതിയിരിക്കുന്നത്, ഈ കഥാപാത്രം അതിലെന്താണ്, ആ ഒരു പാഠഭാഗത്തിൽ ഈ കഥാപാത്രം, ആ ഒരു ചെറുകഥയിൽ ഈ കഥാപാത്രം എന്താണ് എന്ന് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങാൻ. ദി ഓൾഡ് മാൻ ഇൻ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് ഷോർട്ട് സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ക്യാരക്ടർ ഇൻ ലിറ്ററേച്ചർ. കണ്ടോ, ആ ഒരു വേ ഓഫ് അപ്രോച്ച് നിങ്ങൾ ഓർക്കുക. അതായത് ആദ്യം തന്നെ പറയാണ്, ഈ വയസ്സായ വൃദ്ധൻ, അതായത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന്റെ അതിമനോഹരമായിട്ടുള്ള ചെറുകഥയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്.
ആ അതിമനോഹരമായിട്ടുള്ള ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ്, ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ കഥാപാത്രമാണ് ഓൾഡ് മാൻ എന്നാണ് ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. He appears suddenly in Pelayo and Elisandha's courtyard after a destructive storm, looking nothing like the glorious angels from religious stories. He appeared suddenly in Pelayo and Elisandha's courtyard. Courtyard എന്ന് വെച്ചാൽ മുറ്റം. ഓക്കെ, അപ്പൊ പെലായോ ആൻഡ് എലിസന്ത ഇവർ രണ്ടുപേരാരാണ്? ഈ പാഠഭാഗത്തിലെ മറ്റ് രണ്ട് കഥാപാത്രങ്ങളാണ്. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവരുടെ വീട്ടിന്റെ മുറ്റത്താണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഓൾഡ് മാനിനെ കാണുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. He appears suddenly in Pelayo and Elisandha's courtyard after a destructive storm, looking nothing like the glorious angels from religious stories. എങ്ങനെയാണ് ഈ വ്യക്തിയെ കാണാനുണ്ടായിരുന്നത്? നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളത് പോലെയുള്ള ഒരു ഏഞ്ചലിനെ പോലെയായിരുന്നു ഈ വ്യക്തിയെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. Instead, he is portrayed as a pitiful, almost awkward figure, extremely aged with a nearly bald head, very few teeth left in his mouth, and wearing ragged clothes covered in mud. Instead, he is portrayed as a pitiful. ഏഞ്ചൽ ആണെന്ന് നമ്മൾ ഏഞ്ചലിനെ പോലെയാണ് കാണുന്നത് എന്ന് പറയെങ്കിൽ പോലും അദ്ദേഹം യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? വളരെ പിറ്റിഫുൾ എന്ന് വെച്ചാൽ എന്താണ്? നിസ്സഹായനായിട്ടുള്ള, അധികം ശക്തിയൊന്നുമില്ലാത്ത, ആരുടെയെങ്കിലും സഹായം കാത്തു നിൽക്കുന്ന രീതിയിലുള്ള വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓൾമോസ്റ്റ് ഓക്വാർഡ് ഫിഗർ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഓക്വാർഡ് ഫിഗർ എന്ന് പറയാൻ കാരണം ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. നന്നേ പ്രായമുണ്ട്, അല്പം ടീത്ത് മാത്രമേ ഉള്ളൂ. ഓക്വാർഡ് എന്ന് ജസ്റ്റ് ഞാൻ ഒരു ഫിഗർ കൊടുത്തതേ ഉള്ളൂ. നമുക്കത് കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കേണ്ട. ഓക്കെ, ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്, അദ്ദേഹം നെറ്റി കയറിയിട്ടുണ്ട്, കുറച്ച് പല്ല് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ അപ്പിയറൻസ് പറയാണ്. ഓക്കെ, ആൻഡ് വിയറിങ് റാഗ്ഡ് ക്ലോത്ത്സ് കവേർഡ് ഇൻ മഡ്. ചളിയിൽ പുതഞ്ഞു നിൽക്കുന്ന കീറിയ പോലത്തെ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. His most striking feature are his enormous wings, which are dirty, damaged, and look more like those of a dying bird than divine beings. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആകർഷകരമായിട്ടുള്ള ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ട്, എനോർമസ് വിങ്സ്. അതെങ്ങനെയാണുള്ളത്? ഡേർട്ടിയാണ്, ചളി ഇങ്ങനെ പുരണ്ട് നിൽക്കുകയാണ്, ഡാമേജ്ഡ് ആണ്, ചിറകുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ലുക്ക് മോർ ലൈക്ക് ദോസ് ഓഫ് എ ഡൈയിങ് ബേർഡ് ദാൻ ഡിവൈൻ ബിഗിൻസ്. എന്തോ ദിവ്യശക്തിയുള്ളതിനേക്കാളും നമുക്ക് ആദ്യം അദ്ദേഹത്തെ കാണുമ്പോൾ മരിക്കാൻ പോകുന്ന ഒരു പക്ഷിയുടെ പ്രതീതി പോലെയാണ്. What makes the old man particularly interesting is how he challenges people's expectations. അതായത് അദ്ദേഹത്തിലെ കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ നോക്കുന്നത് എന്താണ്? അതായത് അദ്ദേഹം മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ പോലെയല്ല അദ്ദേഹം പെരുമാറുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം ചിന്തിച്ചത്? അതായത് ഈ വ്യക്തിക്ക് എന്തോ ദിവ്യശക്തിയുണ്ട്, ഈ വ്യക്തി അസുഖങ്ങൾ മാറ്റിത്തരും, ഈ വ്യക്തിക്ക് പല പല ശക്തികളുമുണ്ട്, അതൊക്കെ ഇദ്ദേഹം പുറത്തെടുക്കും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ പോലെയല്ല ഈ ഒരു വ്യക്തി പെരുമാറിയത്. While the villagers initially believe he might be a supernatural being, they quickly become disappointed when he doesn't perform miracles or show any special powers. അതായത് ആദ്യം ആ വില്ലേജിലെ ആ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന വ്യക്തികൾ എന്താണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? ഈ വ്യക്തിക്ക് ഒരുപാടധികം സൂപ്പർ പവേഴ്സ് ഉണ്ട്, ഒരുപാടധികം ശക്തികളുണ്ട്, അസുഖങ്ങൾ മാറ്റിക്കൊടുക്കും, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ശക്തികളുള്ള ഒരു ജീവിയാണത് എന്നാണ് ആദ്യം ആ നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വ്യക്തി അങ്ങനെയുള്ള ഒരു മായാജാലങ്ങളും കാണിക്കാതെ വന്നപ്പോൾ ഇവർക്കെല്ലാവർക്കും എന്ത് പറ്റി? സങ്കടം, നിരാശയിലേക്ക് പോയി. ഹിസ് നോൺ അണ്ടർസ്റ്റാൻഡബിൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി ആഡ്സ് ടു ദി മിസ്റ്ററി സറൗണ്ടിങ് ഹിം. അദ്ദേഹത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ചുറ്റിലും എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് പോലും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. Despite being treated terribly, looked in a kitchen coop, poked at with sticks and turned into a circus attraction, the old man shows remarkable patience and endurance. അതായത്
പലരും പല രീതിയിലും അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ട് പോലും അദ്ദേഹം സമാധാനത്തോടെ ശാന്തതയോടെയാണ് നിന്നത്. ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ ദ്രോഹിച്ചത്? ലോക്ക്ഡ് ഇൻ എ കിച്ചൺ കൂപ്പ്. കിച്ചൺ കൂപ്പ് എന്ന് വെച്ചാൽ കോഴിക്കൂടിൽ അടച്ചു വെച്ചു അദ്ദേഹത്തെ. പോക്കഡ് അറ്റ് വിത്ത് സ്റ്റിക്സ്, അതായത് നമ്മുടെ പോലീസുകാരുടെയൊക്കെ കയ്യിലുള്ള പോലത്തെ ലാത്തി പോലത്തെ വടിയുണ്ടല്ലോ. ഇവിടെ നമ്മളെ പ്രധാന കഥാപാത്രമായിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, ആരാണ്? പെലായോ. ആ പെലായോ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ട്? സ്റ്റിക്സ് ഉണ്ട്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ പോലെയുള്ള ഒരു സംഭവമാണ്, ഒരു സെക്യൂരിറ്റി ഗാർഡ്, അങ്ങനെയുള്ള ഒരു ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ആ വടി കൊണ്ട് ഇദ്ദേഹത്തെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു. ആൻഡ് ടേൺഡ് ഇൻ ടു എ സർക്കസ് അട്രാക്ഷൻ, അല്ലെ? ഒരു സർക്കസിൽ കാണുന്ന ഒരു ജീവിയെ പോലെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പൈസ അടച്ച് അദ്ദേഹത്തെ കാണാൻ വരുന്നു, അദ്ദേഹത്തെ എല്ലാവരും വന്ന് നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കല്ലെറിയുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം സഹിച്ചു, എല്ലാം സമാധാനപൂർവ്വം. He never complains or tries to escape his miserable situation. അദ്ദേഹം ഒരിക്കലും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല, അദ്ദേഹം ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചിട്ടില്ല. The old man's character serves as a powerful symbol in the story. ഈ വയസ്സായ വൃദ്ധനായിട്ടുള്ള ഈ വ്യക്തിയുടെ കഥാപാത്രം എന്തോ ഒന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. He represents how society often mistreats those who are different or don't meet their expectations. അല്ലെ, ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇര പോലെയാണ്. അതായത് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് പോലെ ഒരു വ്യക്തി പെരുമാറിയില്ലെങ്കിൽ ആ വ്യക്തിയോട് നമ്മുടെ സമൂഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു കഥാപാത്രമാണ് ഈ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. His quiet suffering highlights human cruelty, while his eventually recovery and flight away suggest the possibility of escaping such oppression. His quiet suffering highlights human cruelty. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തിനെ പ്രതിപാദിക്കുന്നു? മനുഷ്യൻ്റെ ക്രൂവൽറ്റിനെ പ്രതിപാദിക്കുന്നു. അതായത് മനുഷ്യർ ആ ഒരു വ്യക്തിയോട് ചെയ്ത ക്രൂരതകളെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സഫറിങ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു യാതനകൾ പ്രതിപാദിക്കുന്നത്. While his eventually recovery and flight away suggest the possibility of escaping such oppression. അതായത് അദ്ദേഹത്തിൻ്റെ പതിയുള്ള റിക്കവറി, അദ്ദേഹത്തിൻ്റെ പതിയുള്ള തിരിച്ചുവരവ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അതായത് എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു മടങ്ങി വരവിനെയാണ് പ്രതിപാദിക്കുന്നത്. Through this character, Marcus makes us question our own prejudice and how we treat those we don't understand. അതായത് ഇവിടെ ഈ ഒരു കഥാപാത്രത്തിലൂടെ നമ്മുടെ നമ്മുടെ എഴുത്തുകാരൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് പരിചയമല്ലാത്ത വ്യക്തികളെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിൽക്കാത്ത വ്യക്തികളെ എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഈ ഒരു കഥാപാത്രത്തിലൂടെ നമ്മൾ എഴുത്തുകാരൻ പറയാൻ ആഗ്രഹിക്കുന്നത്. This story leaves us wondering about the old man's true nature and also engages in the thought of, was he really an angel or just a strange old man with wings? ഈ ഒരു കഥ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും രണ്ട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഏഞ്ചൽ ആയിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം സാധാ ഒരു മനുഷ്യനായിരുന്നോ, സാധാ ഒരു വൃദ്ധനായിരുന്നോ? ആ വൃദ്ധന് ചിറകുകളുണ്ടെന്ന് മാത്രമുള്ള പ്രത്യേകത മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. This ambiguity is what makes him such a memorable and meaningful character in the story. ഇത് അദ്ദേഹത്തെ എന്നെന്നും ഓർത്തു നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള കഥാപാത്രമാക്കി മാറ്റുന്നു. His presence forces both the characters in the story and the readers to examine their beliefs and attitude towards the unknown and the different. അതായത് ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ സമൂഹം അറിയാത്ത വ്യക്തികളോട്, അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് കാണിക്കുന്ന ക്രൂരതകളെയൊക്കെ വേണമെങ്കിൽ നമുക്കിതിലൂടെ പ്രതിപാദിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു വയസ്സായ വൃദ്ധനായിട്ടുള്ള വ്യക്തി ഒന്നിലും പ്രതികരിക്കുന്നില്ല. അപ്പം മറ്റുള്ളവരെല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്, അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഓൾഡ് മാൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പാരഗ്രാഫ്സിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഈ പാരഗ്രാഫ് എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നിങ്ങളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് ഈസ് ദ സെൻട്രൽ മിസ്റ്റീരിയസ് ഫിഗർ ഇൻ ഗബ്രിയേൽ ഗാർഷ്യ
മാർക്കസ് സ്റ്റോറി. അതായത് ഈ ഒരു വയസ്സായ വൃദ്ധനായിട്ടുള്ള ഈ ഒരു വ്യക്തിയാണ് പ്രധാന കഥാപാത്രം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് അദ്ദേഹം എന്താണ് ഏഞ്ചലായിട്ടാണ് പലരും കണ്ടിരുന്നത് അദ്ദേഹത്തെ. ഫൗണ്ട് ലൈയിങ് ഇൻ മഡ് ആഫ്റ്റർ എ സ്റ്റോം, this strange visitor challenges our ideas of angels and miracles. His unexpected appearance disrupts the ordinary life of Pelayo and Elisanda's household. ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് അടുത്ത് നോക്കാനുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബാഹിക എങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. എക്സ്ട്രീംലി ഓൾഡ് ആൻഡ് വീക്ക് അപ്പിയറൻസ്, അതായത് എന്താണ് വളരെ അവശനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. ബാൾഡ് ഹെഡ് വിത്ത് ഫ്യൂ റിമൈനിങ് ടീത്ത്, അതായത് നെറ്റി കയറിയിട്ടുണ്ട്, അല്പം പല്ലുകൾ മാത്രമാണുള്ളത്. ലാർജ് ഡേർട്ടി വിങ്സ് ലൈക്ക് എ ബാറ്റേർഡ് ബസാർഡ്, അതായത് ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുള്ള വലിയ ചിറകുകളാണ്, ഡേർട്ടി ആയിട്ടുള്ള ചിറകുകളാണ് ഉള്ളത്. ഡ്രസ്ഡ് ഇൻ റാഗ്ഡ് മഡി ക്ലോത്ത്സ്, അതായത് ചളിപുരണ്ട വസ്ത്രങ്ങളാണ്. സ്പീക്സ് അൺനോൺ ലാംഗ്വേജ്, അറിയാത്ത ഭാഷയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പോയിന്റുകളൊക്കെ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് ലാസ്റ്റ് ഒന്ന് പറയുന്നെന്ന് മാത്രം. ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കഥാപാത്ര നിരൂപണത്തിൽ ഉണ്ടായിരിക്കണം. ഷോസ് റിമാർക്കബിൾ പേഷ്യൻസ് ആൻഡ് സൈലൻസ്, വളരെ ശാന്തനാണ് അദ്ദേഹം. നെവർ കംപ്ലൈൻസ് ഡിസ്പൈറ്റ് ക്രൂവൽ ട്രീറ്റ്മെൻറ്റ്, അതായത് അദ്ദേഹം ഈ മറ്റുള്ളവരുടെ ഇങ്ങനെയുള്ള ദ്രോഹിക്കലിൽ ഒന്നും അദ്ദേഹം ആരെയും എന്ത് ചെയ്തിട്ടില്ല, കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ഡസൻ പെർഫോം എക്സ്പെക്റ്റഡ് മിറാക്കിൾസ്, അതായത് മറ്റുള്ളവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു തരത്തിലുള്ള അത്ഭുതങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടില്ല. റിമെയിൻസ് പാസീവ് ത്രൂ ഔട്ട് ഹിസ് ക്യാപ്റ്റിവിറ്റി, ഈവൻച്വലി റീഗെയിൻസ് സ്ട്രെങ്ത് ടു ഫ്ലൈ എവേ, അതായത് അദ്ദേഹം ഈ ഒരു കഥയുടെ അവസാനമായിട്ട് അദ്ദേഹം ശക്തി സ്വയം ആർജിച്ചെടുത്തുകൊണ്ട് ഈ കഷ്ടപ്പാടുകളിൽ നിന്നുമൊക്കെ അദ്ദേഹം പറന്ന് ദൂരേക്ക് മായുകയാണ്. സിംബോളിക് മീനിങ് ആണ്. റെപ്രസെൻറ്റ്സ് ഹൗ സൊസൈറ്റി ട്രീറ്റ്സ് ദി ഡിഫറെൻ്റ് ഓർ അൺനോൺ, ചാലഞ്ചസ് ബ്ലൈൻഡ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ, ഹൈലൈറ്റ്സ് ഹ്യൂമൻ ക്രൂവൽറ്റി ആൻഡ് ഇൻഡിഫറൻസ്, ക്വസ്റ്റ്യൻസ് വാട്ട് മേക്സ് സംതിങ് ട്രൂലി മിറാക്കുലസ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് സമൂഹം എങ്ങനെയാണ് ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരോട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരോട്, അതിപ്പം ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ സമൂഹം എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്ന് പ്രതിപാദിക്കുന്ന ഒരു ഇതാണ്, അതിനെ വിമർശിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കൺക്ലൂഷനാണ് പിന്നീട് നമ്മൾ കണ്ടത്, ഓതേഴ്സ് മെസ്സേജ്. Through this mysterious character, Marcus makes us examine our prejudices against the unfamiliar, our tendency to exploit the weak, the true meaning of faith and miracles. The old man's story teaches important lessons about compassion and acceptance of differences. അതായത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് വളരെ വീക്കായിട്ടുള്ളവരോട് നമ്മുടെ സമീപനം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും നമ്മൾ സഹായം അർഹിക്കുന്നവർക്ക് സഹായം നൽകാനും പാവപ്പെട്ടവരെ കൈപിടിച്ചു കൊണ്ടുവരാനും അതേപോലെ തന്നെ ആരെയും ദ്രോഹിക്കാതിരിക്കാനും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗം നമ്മോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി എന്തെങ്കിലും വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് മനസ്സിലായിട്ടില്ലെങ്കിലും അതും പറയാം, നമുക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.